ഹായ് ഓൾ വെൽക്കം ടു റിയൽ എസ്റ്റേറ്റ് വിത്ത് അരുൺ. ഇന്ന് ഞാൻ ഷോക്കേസ് ചെയ്യുന്നത് സ്പേഷ്യസ് 3 ബെഡ് അല്ലെങ്കിൽ 4 ബെഡ് ഓപ്ഷൻ നോക്കുന്ന കസ്റ്റമേഴ്സിനാണ്. ആൻഡ് ലൊക്കേഷൻ വൈസ് ഇറ്റ് സ്റ്റാൻഡിങ് ഔട്ട് റിയലി ഗുഡ്. ഇത് തൃപ്പൂണിത്തുറ വൈക്കം റൂട്ടാണ്. മിനി ബൈപ്പാസിന്റെ ജസ്റ്റ് അഡ്ജസന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണിത്. ഇത് ടോട്ടൽ 10 ഫ്ലോർസ് ആണ് വരുന്നത്. ആൻഡ് യു ഹാവ് ഓൺലി 2 അപ്പാർട്ട്മെന്റ് ഓൺ ദിസ് സിംഗിൾ ഫ്ലോർ. സോ ഇൻ ടോട്ടൽ യു ഹാവ് ഓൺലി 20 അപ്പാർട്ട്മെന്റ്സ്. സോ 20 അപ്പാർട്ട്മെന്റ് ആവുമ്പോൾ നമുക്ക് ഇത്തിരി പ്രൈവസി അല്ലെങ്കിൽ അധികം ക്രൗഡഡ് അല്ലാത്ത അപ്പാർട്ട്മെന്റ് നോക്കുന്നവർക്ക് ഇത് വളരെ പെർഫെക്റ്റ് ആണ്. സോ നമുക്ക് നേരെ അപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലാം. നമ്മൾ ഫ്ലോറിൽ പോകുന്ന വഴി ഞാൻ ശ്രദ്ധിച്ചൊരു ഫാക്ടർ ഇവരുടെ ലിഫ്റ്റാണ്. ലിഫ്റ്റ് അവർ കോണിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട് അബൌട്ട് ദി ലിഫ്റ്റ്. അപ്പാർട്ട്മെന്റ് ഡീറ്റെയിലേക്ക് വരുമ്പോൾ ഇതൊരു 2060 സ്ക്വയർ ഫീറ്റിന്റെ 4 ബെഡ് ആണ്. നമുക്കൊരു സ്പേഷ്യസ് ബാൽക്കണി വിത്ത് എ കണക്റ്റിംഗ് ലിവിംഗ് ഡൈനിങ് സെപ്പറേറ്റഡ് ഏരിയ ആണ് നമുക്ക് ഈ പ്രോജക്റ്റിൽ വരുന്നത്. ഈ ബാൽക്കണിയിൽ നിന്ന് വരുന്ന ഒരു വ്യൂ ഞാനിപ്പോൾ കാണിച്ചത് നമ്മുടെ തൃപ്പൂണിത്തുറ ക്രിക്കറ്റ് ഗ്രൗണ്ട് ആണ്. ചോയ്സ് ടവർ ആണ് ആ കാണുന്നത്. ചോയ്സ് സ്കൂൾ ഇവിടെ നിന്നൊരു 3 കിലോമീറ്റർ ഡിസ്റ്റൻസ്, ഗ്രിഗോറിയൻ ഒരു 5 കിലോമീറ്റർ ഡിസ്റ്റൻസ്, ആൻഡ് സ്റ്റാച്യു ജംഗ്ഷൻ ഇവിടെ നിന്ന് 500 മീറ്റർ, ഫുട്ബോൾ ഗ്രൗണ്ട് ഇവിടെ നിന്ന് ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ട് ഇവിടെ നിന്ന് ഒരു ജസ്റ്റ് 200 മീറ്റർ ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. ഈ ലിവിംഗ് ഡൈനിങ് സെപ്പറേഷൻ മേക്സ് ദിസ് എൻറ്റയർ അപ്പാർട്ട്മെന്റ് പ്രിറ്റി ക്ലാസി. കാരണം ഇന്റീരിയർ ചെയ്യുമ്പോൾ വി ഹാവ് ഗുഡ് സ്പേസ് ടു വർക്ക് ഓൺ ദി ഇന്റീരിയേഴ്സ്. കിച്ചൺ ഏരിയ ഒബ്സർവ് ചെയ്തപ്പോൾ അവിടെ ഒരു വാഷ്റൂം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവരുടെ വർക്ക് ഏരിയയിൽ വാഷ്റൂമായിട്ട് അത് യൂസ് ചെയ്യുന്ന പല കസ്റ്റമേഴ്സ് ഉണ്ട്. ചിലർ അത് കൺവേർട്ട് ചെയ്യാറുണ്ട് സ്റ്റോർ റൂമായിട്ട്, മേ ബി കിച്ചൻ്റെ അടുത്ത് എടുക്കണ്ട എന്നുള്ളൊരു ഓപ്ഷനിൽ. നമുക്ക് ഫസ്റ്റ് ബെഡ്റൂം നോക്കുമ്പോൾ നമുക്ക് 10x11 സൈസിൻ്റെ ആണ് 3 ബെഡ്റൂം വരുന്നത്. അപ്പം ഇവിടെ നിന്ന് കിട്ടുന്ന വ്യൂ ഇസ് റിയലി ഗ്രേറ്റ്. ഇറ്റ്സ് ഫുൾ ഗ്രീൻ. ആൻഡ് ഈ വ്യൂ പോകാൻ റിയലി ചാൻസ് ഇല്ല. കാരണം ആ ഏരിയ കംപ്ലീറ്റ്ലി റെസിഡൻഷ്യൽ ഏരിയ ആണ് ആൻഡ് അക്രോസ് ദി ഹൈവേ ആണ് അവിടെ. സോ അപ്പാർട്ട്മെന്റ് വന്നാലും വി ഹാവ് എ ബിഗ് സ്പേസ് ഇൻ ടേംസ് ഓഫ് ഇത്. ആൻഡ് ഇത് നമുക്ക് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ആണ്. എല്ലാ റൂമിലും നമുക്ക് ബാൽക്കണി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് എവറി ബാൽക്കണി സ്പെഷ്യൽ ബിക്കോസ് യു ആർ ഗെറ്റിംഗ് ഡിഫറെന്റ് വ്യൂ അക്രോസ് ദ സിറ്റി. സോ അപ്പാർട്ട്മെന്റ് കിട്ടുന്ന ഒരു വ്യൂ ഇസ് റിയലി ഗ്രേറ്റ്. ആൻഡ് മോർ ദാൻ വ്യൂ, ഞാൻ അവിടെ വന്ന സ്ഥിതിക്ക് ദ വെന്റിലേഷൻ ഇസ് റിയലി ഗ്രേറ്റ്. The kind of ventilation what you're getting in this apartment is really, really great. I think ഇവിടെ വന്നു കഴിയുമ്പം പല കസ്റ്റമേഴ്സിനും ഇംപ്രസ് ആവാൻ പോകുന്ന ഒരു ഫാക്ടർ ഇവിടുത്തെ ക്രോസ് വെന്റിലേഷൻ ആണ്. ഇതാണ് 3+ സ്റ്റഡി ആയിട്ട് യൂസ് ചെയ്യൂ അല്ലെങ്കിൽ 4 ബെഡ്റൂം ആയിട്ടോ കൺവേർട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ്. സോ ഇത്രയും ഒരു സെപ്പറേഷനിൽ നല്ലൊരു രീതിയിൽ എൻട്രൻസ് പോയിന്റിൽ ചെയ്യുന്ന ഈ പ്രോജക്റ്റിന് ദ വർക്ക് ഓൺ ദ ഇന്റീരിയർ ആസ്പെക്ട് ഇസ് റിയലി ഹൈ. സോ ഇനി നമുക്ക് അമ്യൂണിറ്റീസ് നോക്കാൻ വേണ്ടി ഞാൻ ഇവിടെ നിന്ന് കയറി ടോപ്പ് ഫ്ലോറിൽ ചെല്ലുമ്പം ദ ഏരിയ വാസ് വെരി ഇംപ്രസീവ്. ഒരു ഗ്രീൻ ഫീല് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കംപ്ലീറ്റ് വർക്ക് അവരവിടെ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ ഫെൽറ്റ് ലൈക്ക് ഒരു പ്രൈവറ്റ് പാർട്ടി ആണെങ്കിലും ഒരു ഫംഗ്ഷൻ ആണെങ്കിലും ദിസ് ഓപ്പൺ ഡെക്ക് വിൽ മേക്ക് ഗ്രേറ്റ് സെൻസ്. ബിക്കോസ് അവർ കവർ ചെയ്യേണ്ട പോർഷൻസ് കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് എല്ലാ രീതിയിലും ആ ഒരു ലക്ഷറി ഫെസിലിറ്റീസ് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും വി കാൺ മിസ് ദ വ്യൂ. ബിക്കോസ് നമ്മൾ അപ്പാർട്ട്മെന്റ് ചെല്ലുമ്പോഴും ടെറസിൽ പോകുമ്പോഴും യു ഗെറ്റ് ദ സെയിം വ്യൂ. സോ നമുക്ക് ഈ കിട്ടുന്ന ഒരു വ്യൂ തന്നെ അപ്പാർട്ട്മെന്റിൽ കിട്ടുന്നത് ഇറ്റ്സ് സംതിങ് വെരി ഡിഫറെന്റ് ഫ്രം മോസ്റ്റ് ഓഫ് ദി അപ്പാർട്ട്മെന്റ്സ്. ആൻഡ് ഇവിടെ നമുക്ക് പൂൾ ഫെസിലിറ്റി നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയ ഒരു ഫാക്ടർ, മിക്ക കസ്റ്റമേഴ്സിന്റെ ഒരു ഇഷ്യൂ വിത്ത് ദ പൂൾ ഇസ് ബിക്കോസ് ഓഫ് ദ പ്രിവസി. ഇത് ടോപ്പ് ഫ്ലോറിലായതുകൊണ്ട് നമുക്കൊരു കംപ്ലീറ്റ് പ്രൈവസി കിട്ടുന്നുണ്ട് ഇൻ ദ പൂൾ സൈഡ്. സോ ഐ തിങ്ക് പീപ്പിൾ വിൽ യൂസ് ഇറ്റ് മോർ. ഞാൻ കുറേ കസ്റ്റമേഴ്സിനെ അങ്ങനെ കണ്ടിട്ടുണ്ട് അവർ പൂളിലൊരു പ്രിവസി ചാലഞ്ച് ഉള്ളത് കൊണ്ട് യൂസ് ചെയ്യാതിരിക്കുന്നത്. ബട്ട് പാർട്ടി ഏരിയ ആണെങ്കിലും വ്യൂ ആണെങ്കിലും വെന്റിലേഷൻ എവറിത്തിങ് ഇസ് റിയലി ഗുഡ്. സോ യു ഹാവ് ഇനഫ് സ്പേസ് ഇൻ ടേംസ് ഓഫ് അമ്യൂണിറ്റീസ്. ആൻഡ് ജിം റീക്രിയേഷൻ എല്ലാം ഗ്രൗണ്ട് ഫ്ലോറിലാണ് വരുന്നത്. അവിടെ നമുക്ക് ജിമ്മ് വരുന്നുണ്ട്. ആൻഡ് നല്ലൊരു റിസപ്ഷൻ ഏരിയ ആണ് ആക്ച്വലി. നമ്മൾ റിസപ്ഷൻ എൻട്രൻസ് ഇസ് ബീൻ മെയിൻറ്റെയിൻ ഗുഡ്. കാര്യം ഒരു സിംഗിൾ ടവർ ആണെങ്കിലും ദേ ഹാവ് മെയ്ഡ് യൂസ് ഓഫ് ദി സ്പേസ് എഫക്റ്റീവ്ലി. ഇപ്പം കാർഡ്സ് റൂം ആണെങ്കിലും ജിം ഏരിയ ആണെങ്കിലും എല്ലാം സ്പേഷ്യസ് ആണ്. ഒന്നും ഒരു കോംപ്രമൈസ് സൈസിലല്ല. എന്നാൽ ദേ ഹാവ് മെയ്ഡ് ഇറ്റ്, ഡിസൈൻഡ് ഇറ്റ് റിയലി വെൽ. ഔട്ട്ഡോർ അമ്യൂണിറ്റീസ് കുറവാണ് ബിക്കോസ് ഓഫ് കൺസ്ട്രെയിൻ ഓഫ് സ്പേസ്. നമുക്ക് എന്നാലും അവരൊരു സിറ്റിംഗ് ഏരിയ ആൻഡ് കിഡ്സ് പ്ലേ ഏരിയ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ മെൻഷൻ ചെയ്ത പോലെ അതൊരു 10 ഫ്ലോർ ടവർ ആണ്. നമുക്ക് 2 യൂണിറ്റ് ആണ് ഒരു ഫ്ലോറിൽ വരുന്നത്. സോ ടോട്ടലി യു ഹാവ് ഓൺലി 20 അപ്പാർട്ട്മെന്റ്സ്. ആൻഡ് നമുക്ക് സൗത്ത് ആൻഡ് നോർത്ത് എൻട്രൻസിലാണ് യൂണിറ്റ്സ് വരുന്നത്. സോ ഇതിന്റെ ലേ ഔട്ടും വാസ്തു കംപ്ലൈന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സും നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ വി ക്യാൻ ഡിസ്കസ്. ആൻഡ് ഓൾസോ പ്രൈസ് പോയിന്റ് ഇസ് ഓൾസോ വെരി അട്രാക്റ്റീവ്.
നമുക്കൊരു 1.73 നെഗോഷ്യബിൾ എന്നുള്ള റേറ്റിലാണ് അവർ ഇത് ഓഫർ ചെയ്യുന്നത്. ബട്ട് വി ക്യാൻ വർക്ക് ഔട്ട് ഓൺ ദ പ്രൈസിങ്. സോ ഫോർ മോർ ഡീറ്റെയിൽ യു ഡെഫിനറ്റ്ലി കോൺടാക്ട് ഇൻ ദിസ് നമ്പർ. ആൻഡ് എല്ലാ ഫസ്റ്റ് ടൈം ബുക്ക് ചെയ്തവർ എന്തായാലും ഈ ഒരു പോർഷൻ ആയിരിക്കും എടുത്തിരിക്കുന്നത്. ഡയറക്റ്റ് എൻട്രൻസ് അവർക്ക് കിട്ടുന്നുണ്ട് പാർക്കിങ്ങിന്. റെസ്റ്റ് ഓൾ പാർക്കിംഗ് ഇസ് കമ്മിങ് ഓൺ ദ അണ്ടർഗ്രൗണ്ട്. സോ ബേസ്മെന്റിലാണ് കംപ്ലീറ്റ് പാർക്കിംഗ് വരുന്നത്. ആൻഡ് ദേ ഹാവ് വെൽ യൂസ്ഡ് ഓഫ് ദാറ്റ് ഏരിയ. സോ ഇതുപോലെ ഓപ്ഷൻസ് അറിയാനും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയാനും ഇതിന്റെ ബ്രോഷർ ഒരു ഡീറ്റെയിൽ ഡിസ്കഷൻ ചെയ്യാൻ വേണ്ടി ഡെഫിനറ്റ് ആയിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഹാവ് എ ഗ്രേറ്റ് ഡേ.